ഖുർആൻ ക്ലാസ്സിൽ അൽ ബഖറ സൂറത്തിലെ വളരെ പ്രധാനപ്പെട്ട കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 230 ആയത്തുകളാണ് ഈ അധ്യായത്തിൽ ഇതുവരെ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞത്. 231 ആയത്താണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഞാൻ ആദ്യം വായിക്കുന്നത് ഇമാം റാസിയുടെ തഫ്സീറിൻ്റെ മലയാള പരിഭാഷയിൽ നിന്നാണ്. സ്ത്രീകൾ നിങ്ങൾക്ക് വിവാഹമോചനം നൽകി അവരുടെ നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ അവരെ നല്ല നിലയ്ക്ക് കൂടെ താമസിപ്പിക്കുകയോ നല്ല നിലയ്ക്ക് പിരിച്ചയക്കുകയോ ചെയ്യുക. ദ്രോഹിക്കാനും അതിക്രമം കാണിക്കാനുമായി അവരെ തടഞ്ഞു വയ്ക്കരുത്. വല്ലവനും അത് ചെയ്താൽ തന്നോട് തന്നെയാണ് അവൻ അതിക്രമം കാണിച്ചത്. അള്ളാഹുവിൻ്റെ നിയമങ്ങളെ നിങ്ങൾ പരിഹാസ്യമാക്കരുത്. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് സാരോപദേശമായി അവതരിപ്പിച്ച വേദവും അതിലെ തത്വങ്ങളും ഓർത്തുകൊള്ളുക. ഇതെല്ലാം അവൻ നിങ്ങളെ ഉപദേശിക്കുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹു സർവജ്ഞനാണെന്നറിയുക. അള്ളാഹുവിൻ്റെ സർവജ്ഞാനം പൊളിഞ്ഞ് പാളിസാകുന്ന വാക്യങ്ങളാണ് ഇതും തുടർന്ന് ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന ഏതാനും വാക്യങ്ങളൊക്കെ. സർവജ്ഞാനം പോയിട്ട് കോമൺ സെൻസ് പോലും അള്ളാഹുവിനില്ല എന്നും അള്ളാഹുവിനൊരു കാര്യം മര്യാദക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഭാഷാസിദ്ധിയില്ല എന്നും തെളിയിക്കുന്നതാണ് ഈ വാക്യവും തൊട്ടടുത്തുള്ള വാക്യങ്ങളും. അത് മനസ്സിലാവണമെങ്കിൽ ഈ വാക്യത്തിൽ എന്താണ് പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് ഖുർആൻ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ, അറബി അറിയാത്തവരല്ല കേട്ടോ, അറബിയിലുള്ള പണ്ഡിതന്മാർ തന്നെ അതുമായി ബന്ധപ്പെട്ട് എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങൾ വായിച്ചാൽ മതി. ഇവിടെ ഈ വാക്യത്തിൽ എന്താണ് പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് പോലും പണ്ഡിതന്മാർക്ക് യാതൊരു വ്യക്തതയുമില്ല. ഇവിടെ ഇമാം റാസിയുടെ പരിഭാഷയിൽ നമ്മൾ വായിച്ചത്, സ്ത്രീകൾക്ക് നിങ്ങൾ വിവാഹമോചനം നൽകി അവരുടെ നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ അവരെ നല്ല നിലക്ക് കൂടെ താമസിപ്പിക്കുകയോ നല്ല നിലക്ക് പിരിച്ചയക്കുകയോ ചെയ്യുക എന്നാണ്. അവിടെ വിവാഹമോചനം നടത്തിക്കഴിഞ്ഞ ശേഷം അവരുടെ കാലാവധി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞത് അവരുടെ ഇദ്ദാ കാലാവധി കഴിഞ്ഞാൽ എന്നാണ് അർത്ഥം. അപ്പോൾ ഇദ്ദാ കാലാവധി കഴിഞ്ഞാൽ അവരെ തിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ അവരെ പിരിച്ചയക്കുകയോ നല്ല നിലക്ക് പിരിച്ചയക്കുകയോ നല്ല നിലക്ക് കൂടെ താമസിപ്പിക്കുകയോ ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതേ കാര്യം തന്നെയാണ് നമ്മൾ തൊട്ട് മുമ്പ് 229 വാക്യത്തിൽ വായിച്ചത്. 229 വാക്യം എങ്ങനെയായിരുന്നു? മടക്കിയെടുക്കാൻ അനുമതിയുള്ള വിവാഹമോചനം 2 പ്രാവശ്യമാണ്. പിന്നീട് 2-1 മാർഗമേ ഉള്ളൂ. ഇദ്ദ കഴിയും മുമ്പ് മര്യാദ അനുസരിച്ച് കൂടെ നിർത്തുകയോ നല്ല നിലയിൽ പിരിച്ചയക്കുകയോ ചെയ്യുക. ഇങ്ങനെയാണ് അവിടെ പറഞ്ഞത്. അവിടെ ഇദ്ദ കഴിയാറാവുന്നതിന് തൊട്ട് മുമ്പ് അവരെ തിരിച്ചെടുക്കുക എന്നാണ് പറയുന്നതെങ്കിൽ ഇവിടെ പറയുന്നത് ഇദ്ദ കഴിഞ്ഞാൽ അവരെ നല്ല നിലക്ക് തിരിച്ചെടുക്കുക എന്നതാണ്. ഇത് ഖുർആൻ്റെ വ്യാഖ്യാതാക്കൾക്ക് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ 229 അങ്ങനെ പറഞ്ഞ ശേഷം ഈ 231 ഇങ്ങനെ പറഞ്ഞത് എന്തിനാണ് എന്ന കാര്യം പണ്ഡിതന്മാർക്കാർക്കും മനസ്സിലായിട്ടില്ല. ഇദ്ദ കഴിഞ്ഞാൽ നല്ല നിലയിൽ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞതും ഇദ്ദ കഴിയുന്നതിന് തൊട്ട് മുമ്പ് നല്ല നിലയിൽ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞതും തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ? അതോ ഈ പറഞ്ഞത് രണ്ടും ഒന്നാണോ? അതോ ഇവിടെ പറഞ്ഞത് ഇദ്ദ കഴിയുന്നതിന് തൊട്ട് മുമ്പ് എന്ന് തന്നെ ഉദ്ദേശിച്ചു കൊണ്ടാണോ തുടങ്ങിയ കാര്യത്തിൽ പണ്ഡിതന്മാർ തർക്കിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ തർക്കത്തിൽ ആശയക്കുഴപ്പം തോന്നിയ നമ്മുടെ മറ്റു തഫ്സീറുകാർ, പരിഭാഷക്കാർ ഇവിടെ പരിഭാഷയിൽ തന്നെ തരികിട കാണിച്ചതും നമുക്ക് കാണാം. ഉദാഹരണത്തിന് കൂറ്റനാടിൻ്റെയും അമാനി മൗലവിയുടെയും തഫ്സീറിൽ ഇതിനർത്ഥം കൊടുത്തിരിക്കുന്നത് ഞാൻ വായിച്ച് കേൾപ്പിക്കും. കൂറ്റനാടിൻ്റെ തഫ്സീറിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്: നിങ്ങൾ സ്ത്രീകളെ വിവാഹബന്ധം വേർപ്പെടുത്തുകയും അങ്ങനെ അവർക്ക് തങ്ങളുടെ ഇദ്ദയുടെ അവധി എത്തുകയും എന്നുള്ളതിൻ്റെ ഇടയിൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് എത്തുവാൻ അടുക്കുകയും എന്നാക്കിയിട്ടുണ്ട്. എത്തുവാൻ അടുക്കുകയും ചെയ്താൽ അവരെ നല്ല നിലയിൽ കൂടെ നിർത്തുകയോ നല്ല നിലയിൽ തന്നെ വിട്ടയക്കുകയോ 2-1 ചെയ്യുക. അപ്പോൾ അവരുടെ അവധി എത്തുകയും ചെയ്താൽ എന്നാണ് ഖുർആനിലുള്ളത്. പക്ഷേ അപ്പറഞ്ഞത് നേരത്തെ നമ്മൾ വായിച്ച 229 വാക്യത്തിൽ പറഞ്ഞതിന് വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഇവിടെ ഇദ്ദ കാലാവധി എത്തുക എന്നതിൻ്റെ നടുവിൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് എത്തുവാൻ അടുക്കുകയും എന്നാക്കി മാറ്റി. അപ്പോൾ എത്തുന്നതിന് തൊട്ട് മുമ്പ് എന്നായി. അപ്പോൾ 229 പറഞ്ഞത് ഇതും തമ്മിൽ വൈരുദ്ധ്യമില്ലാതായി. വൈരുദ്ധ്യമില്ലാതാക്കാൻ വേണ്ടി
അള്ളാഹുവിൻ്റെ സർവജ്ഞാനിയായ അള്ളാഹുവിൻ്റെ വചനത്തിൽ ഒരു വാക്കിൻ്റെ നടുവിൽ കൊണ്ടുവന്നിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് ആ വാക്കിൻ്റെ ഗ്രാമർ അങ്ങോട്ട് മാറ്റി അർത്ഥം അങ്ങോട്ട് മാറ്റി. അമാനി മൗലവിയുടെ തഫ്സീറിൽ ഇങ്ങനെയാണ്: നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്തിട്ട് അവർ അവരുടെ, അതായത് ബ്രാക്കറ്റിൽ ഇദ്ദയുടെ അവധി പ്രാപിച്ചാൽ അവരെ നിങ്ങൾ ആചാരമര്യാദ അനുസരിച്ച് വെച്ചുകൊണ്ടിരിക്കുവിൻ, അല്ലെങ്കിൽ ആചാരമര്യാദ അനുസരിച്ച് അവരെ പിരിച്ചുവിടുവിൻ. ഇവിടെ ഇദ്ദയുടെ അവധി പ്രാപിച്ചാൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ അമാനി മൗലവി ഒരു സൂത്രം കണ്ട്, അതായത് പ്രാപിച്ചാൽ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ടാണോ, ഡേറ്റ് കഴിഞ്ഞിട്ടാണോ, ഡേറ്റിൻ്റെ തൊട്ട് മുമ്പാണോ എന്ന് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം. അപ്പോൾ കയ്യാലപ്പുറത്ത് ഇരുത്താം. കൂറ്റനാട് അവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ട് അടുക്കുകയും ചെയ്താൽ എന്നാക്കി മാറ്റി, ഇവിടെ പ്രാപിച്ചാൽ എന്നാക്കി മാറ്റി. എന്നാൽ ഇമാം റാസിയുടെ തഫ്സീറിൽ അവധി കഴിഞ്ഞാൽ എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ജലാലൈനിയുടെ തഫ്സീറിൽ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്: വെൻ യു ഡൈവോഴ്സ് വിമൻ ആൻഡ് ദേ ഹാവ് വെരി നിയർലി റീച്ച്ഡ് ദി എൻഡ് ഓഫ് ദെയർ ടേം, then retain them by returning to them honorably, not harming them, or set them free honorably, or leave them until their terms is completed. അപ്പോൾ ഇവിടെ ടേംസ് കംപ്ലീറ്റഡ് അല്ല, നിയർലി റീച്ച്ഡ് എന്നാണ് ജലാലൈനി തഫ്സീറിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായി? അപ്പോൾ 229 പറഞ്ഞതും ഇതും വൈരുദ്ധ്യമില്ലാതായി ഒന്നായി. അത് ഒന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തരികിട എല്ലാം മുഫസ്സിറുകൾ കളിച്ചിട്ടുള്ളത്. ഇനി ഞാനീ പറഞ്ഞതൊന്നും എൻ്റെ അഭിപ്രായങ്ങളല്ല, ഇതെല്ലാം നമുക്ക് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇമാം റാസിയുടെ തഫ്സീറിൽ തന്നെ 1-2 പേജ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളിൽ വന്നിട്ടുള്ള വൈരുദ്ധ്യങ്ങളും അതിലുള്ള അവ്യക്തതകളും അതിലുള്ള ആശയക്കുഴപ്പങ്ങളും വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനത് വായിക്കാം. പ്രത്യക്ഷത്തിൽ ഈ സൂക്തവും 229 സൂക്തവും തമ്മിൽ വ്യത്യാസമില്ലെന്ന് തോന്നാം. അപ്പോൾ ഇത് ആവർത്തനമല്ലേ എന്ന സന്ദേഹവും വരാം. അബൂ ഹനീഫയും മറ്റും വിധിക്കുന്നത് ഒന്നിലേറെ ത്വലാഖ് ഒരുമിച്ച് ചൊല്ലുന്നത് നിയമവിരുദ്ധമാണ് എന്നാണ്. അവ വെവ്വേറെ ചൊല്ലുന്നതാണ് നിയമം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം ഉദിക്കുന്നില്ല. അപ്പോൾ 3 തലാഖ് ഒരുമിച്ച് ചൊല്ലാമോ അതോ വേറെ വേറെ ചൊല്ലണം എന്ന് നിർബന്ധമുണ്ടോ? ഈ കാര്യം ഇന്നും ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ തർക്ക വിഷയമാണ്. 3 തലാഖും കൂടെ ഒരുമിച്ച് ചൊല്ലിയാൽ 3 തലാഖിൻ്റെയും ചാൻസ് കഴിഞ്ഞു എന്ന് വാദിക്കുന്നവരുണ്ട്. 3 തലാഖ് ഒരുമിച്ച് ചൊല്ലിയാലും അത് ഒറ്റ തലാഖായിട്ടേ കണക്കാക്കാൻ പാടുള്ളൂ എന്ന് വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ പടച്ചോൻ ഒന്നിലധികം തവണ ഒരേ കാര്യം ആവർത്തിച്ച് അള്ളാഹുവിൻ്റെ നിയമം എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ച സാധനമാണെന്ന് ഓർക്കണം. അതിലെന്താണ് പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ലാത്തത് കൊണ്ടാണ് ലോകാവസാനം വരെ പണ്ഡിതന്മാർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് കാര്യത്തിലാണ്? അള്ളാഹിൻ്റെ കാര്യത്തിലോ പരലോകത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ വലിയ വിഷയങ്ങളിലോ അല്ല. മനുഷ്യരുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടും ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടും മനുഷ്യർ അനുഷ്ഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സദാചാരനിഷ്ഠകൾ നിർദ്ദേശിക്കുന്ന വാക്യങ്ങളിലാണ് ഈ ആശയക്കുഴപ്പവും അവ്യക്തതയും. എന്തുകൊണ്ടാണിത് സംഭവിച്ചത്? അറബി അറിയാത്തതുകൊണ്ടാണ്? അതെ, അള്ളാഹ്ക്ക് അറബി അറിയില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ കാരണം. അള്ളാഹ് സ്കൂളിൽ പോയിട്ടില്ല എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം. അള്ളാഹു ഉപയോഗിച്ച ഭാഷ ആ അറേബ്യയിലെ മുഹമ്മദ് എന്ന നാടോടി മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന കൊളോക്കിയൽ ഭാഷ മാത്രമേ അള്ളാഹുവിന് അറിയുമായിരുന്നുള്ളൂ. കൊളോക്കിയൽ ഭാഷയ്ക്ക് ഗ്രാമറില്ലാത്തതുകൊണ്ട് അപ്പോൾ സന്ദർഭത്തിനനുസരിച്ച് ആ സന്ദർഭത്തിൽ ചുറ്റും നിൽക്കുന്നവർക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ഗ്രാമറില്ലാതെ കോതക്ക് പാട്ട് എന്ന മട്ടിൽ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞു. അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ ഉള്ളവർക്ക് മനസ്സിലായി. കാരണം അവരുടെ ആ സന്ദർഭം ചുറ്റുപാടും അനുസരിച്ച് എന്താണ് പറയുന്നത് എന്നവർക്ക് ഊഹിക്കാൻ പറ്റും. പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് ഭാഷയിൽ എല്ലാ കാലത്തേക്കും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഗ്രാമറുള്ള ഭാഷയിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്ന കാര്യത്തിൽ ഈ ഖുർആനിലുടനീളം ഈ അള്ളാഹു പരാജയപ്പെട്ടിരിക്കുന്നു. എന്താ കാരണം? അള്ളാഹുവിന് സ്റ്റാൻഡേർഡ് ഭാഷയിൽ കാര്യങ്ങൾ പറയാൻ അറിയില്ല. കാര്യങ്ങൾ വ്യക്തമായിട്ടും ആശയവ്യക്തതയോടുകൂടിയും അർത്ഥശങ്ക വരാത്ത രീതിയിലും ലളിതമായിട്ട് കാര്യങ്ങൾ വാചകഘടനയോടുകൂടി പറയാനുള്ള ഭാഷാസിദ്ധി അള്ളാഹുവിനുണ്ടായിരുന്നില്ല.
കാരണം അള്ളാഹു സ്കൂളിൽ പോയിട്ടില്ല. അള്ളാഹു നാടോടി ജീവിതം നയിച്ചിരുന്ന ആളാണ്. ഈ നാടോടി ജീവിതം നയിച്ചിരുന്ന ആൾക്ക് ആ നാടോടി ജീവിതത്തിൽ ആവശ്യമുള്ള കമ്മ്യൂണിക്കേഷൻ ആവശ്യമുള്ള കൊളോക്കിയൽ ഭാഷ മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ആ ഭാഷയിൽ കാര്യങ്ങൾ സന്ദർഭത്തിനനുസരിച്ച് പറഞ്ഞു പോവുകയും പിന്നീട് ആ സന്ദർഭം ഏതായിരുന്നു എന്ന കാര്യത്തിലും പറഞ്ഞ കാര്യം എന്തായിരുന്നു എന്ന കാര്യത്തിലും ഇത് വായിക്കുന്ന ആളുകൾക്ക് വ്യക്തത ലഭിക്കാതെ പോവുകയും ചെയ്തു. അപ്പോൾ കുഴപ്പം അറബി ഭാഷയുടെയല്ല. അറബി ഭാഷ അറിയാത്തവർ, അറബി ഭാഷയുടെ സ്റ്റാൻഡേർഡ് ഭാഷയിൽ കാര്യങ്ങൾ എഴുതാനും പറയാനും അറിയാത്തവർ വെളിപാടുകൾ ഇറക്കിയത് കൊണ്ട് വന്നിട്ടുള്ള കുഴപ്പങ്ങളാണിത്. ഇവിടെ ഈ രണ്ട് വാക്യങ്ങൾ ഞാൻ നേരത്തെ വായിച്ച 229 ഈ 231 പറഞ്ഞത് ഒരേ കാര്യമാണ് എന്നോ അതല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത കാര്യമാണ് എന്നോ അത് തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും വ്യക്തമായി പറയാൻ കഴിയാതെ പണ്ഡിതന്മാർ തർക്കിക്കുന്നതാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഞാൻ തുടർന്ന് വായിക്കാം. അവിടെ 3 തവണയായി നടക്കേണ്ട തലാഖുകളുടെ സംയോജനവും വേർപിരിക്കലുമാണ് വ്യവഹരിക്കപ്പെടുന്നത്. ഇവിടെ തിരിച്ചെടുക്കേണ്ട വിധവും. അപ്പോൾ അവിടെ പറഞ്ഞതും ഇവിടെ പറഞ്ഞതും ആവർത്തനമല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ന്യായീകരണമാണ് ഇപ്പോൾ ഈ കേട്ടത്. എന്നാൽ ഷാഫിയും മറ്റും ഇതും 229 സൂക്തവും തിരിച്ചെടുക്കലിൻ്റെ വിധം കൂടി വ്യക്തമാക്കുന്നതാണെന്ന അഭിപ്രായക്കാരാണ്. അപ്പോൾ അവർക്ക് ആവർത്തനമല്ലേ എന്ന ഈ ചോദ്യം അഭിമുഖീകരിക്കേണ്ടി വരും. അവരിതിനെ വിശദീകരിക്കുന്നത് ഒരു നിയമത്തിനു തന്നെ പല രൂപങ്ങളുണ്ടാവാം എന്നാണ്. ചില രൂപങ്ങളിൽ വിധി സ്ഥിരപ്പെടുന്നതാവും പ്രധാനം. പൊതു നിയമത്തിന് ശേഷം പ്രത്യേക നിയമം ആവശ്യമായി വന്നേക്കാം. അപ്പോൾ ആവർത്തനവും വേണ്ടിവരും. അപ്പോൾ ഇദ്ദയ്ക്കു ശേഷം ഇവയിലേതെങ്കിലും ഒന്നും പാലിക്കുക നിർബന്ധമാകുന്നു. കാരണം ഏറ്റവും വലിയ ഉപദ്രവം അവളെ തലാക്ക് ചൊല്ലുകയും പിന്നെ തിരിച്ചെടുക്കുകയും വീണ്ടും തലാക്ക് ചൊല്ലുകയും പിന്നെയും തിരിച്ചെടുക്കുകയും വീണ്ടും തലാക്ക് ചൊല്ലുകയുമാണ്. ഇങ്ങനെ അവളുടെ ജീവിതത്തിലെ 9 മാസം ഇദ്ദയിൽ കഴിയേണ്ടി വരുന്നു. ഇത് ഏറ്റവും വലിയ ശല്യപ്പെടുത്തലായതിനാൽ ഈ രൂപമാണ് ഏറ്റവും നല്ലതെന്ന് ഉണർത്താനായി ആവർത്തിക്കുന്നതിൽ തെറ്റില്ല. ഇനി ഈ പറഞ്ഞതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഇതിൻ്റെ സബബുൻ നുസൂൽ എന്താണ് എന്ന് തിരിയണം. അതിലേക്ക് ഞാൻ വരാം. ഇത് വായിച്ച് ഇതിൻ്റെ ബാക്കി കൂടെ വായിച്ചതിന് ശേഷം സബബുൻ നുസൂൽ പറയാം. സബബുൻ നുസൂൽ അറിയുമ്പോഴാണ് ഇവിടെ എന്താണ് മുഹമ്മദിൻ്റെ മനസ്സിൽ ഇത് പറയുമ്പോൾ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാവുക. അവിടെയാണ് ഈ 2 ആയത്തുകളും 2 പ്രാവശ്യം പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റുക. ഇവിടെ മുഹമ്മദിൻ്റെ മനസ്സിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ആ ആശയക്കുഴപ്പം കാരണമാണ് 2 രൂപത്തിൽ മുഹമ്മദ് ഇതവിടെ ഒരേ സന്ദർഭത്തിൽ ഇത് 2 ആയത്തുകളും പറഞ്ഞത്. ഇതിൻ്റെ സബബുൻ നുസൂല് അസ്ബാബുൻ നുസൂലിൽ കൊടുത്തിട്ടില്ല ഈ 231, പക്ഷേ 229 കൊടുത്തിട്ടുണ്ട്. അതേ സബബുൻ നുസൂൽ തന്നെയാണ് ഇതിനും ഉള്ളത് എന്നാണ് ഇബ്നു കസീർ പറയുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുന്നത് എങ്ങനെയെന്ന് തുടർന്ന് വായിക്കാം. നല്ല നിലക്ക് കൂടെ താമസിപ്പിക്കുക എന്നത് തിരിച്ചെടുക്കുന്നതിലേക്കാണ് സൂചന നൽകുന്നത്. തിരിച്ചെടുക്കേണ്ട വിധത്തെക്കുറിച്ച് പണ്ഡിതന്മാർക്ക് അനേകം വീക്ഷണങ്ങളുണ്ട്. ഷാഫി പറയുന്നു, വാക്കിലൂടെയല്ലാതെ നിക്കാഹോ തലാഖോ ഇല്ലാത്തതിനാൽ മടക്കിയെടുക്കലും അപ്രകാരമല്ലാതെ സാധുവാവുകയില്ല. ഇവിടെ ശ്രദ്ധിക്കുക, തലാഖ് ചൊല്ലി ഇദ്ദയുടെ 3 മാസം പൂർത്തിയായി ഇദ്ദയുടെ ഡേറ്റ് കഴിഞ്ഞാൽ തിരിച്ചെടുക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഈ പറയുന്നത്. അങ്ങനെ തിരിച്ചെടുക്കണമെങ്കിൽ വീണ്ടും നിക്കാഹ് ചൊല്ലണോ വേണ്ടേ എന്ന കാര്യത്തിലാണ് തർക്കം. നേരത്തെ പറഞ്ഞതനുസരിച്ച് 229 പറഞ്ഞതനുസരിച്ച് ഇദ്ദ കഴിയുന്നതിന് തൊട്ട് മുമ്പാണെങ്കിൽ തിരിച്ചെടുക്കാം നല്ല നിലയിൽ. ഇദ്ദ കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ തിരിച്ചെടുക്കണമെങ്കിൽ വീണ്ടും വിവാഹം ചെയ്യണം, വീണ്ടും നിക്കാഹ് ചൊല്ലണം എന്നാണ്. എന്നാൽ ഇവിടെ ഇതിൻ്റെ ആവർത്തനമായി വന്ന 231 വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ഇദ്ദ കഴിഞ്ഞാലും തിരിച്ചെടുക്കാൻ നിക്കാഹ് വേണമെന്നില്ല. നല്ല നിലയിൽ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നിക്കാഹ് ചൊല്ലിയിട്ട് കല്യാണം കഴിക്കുക എന്ന് ആവണമെന്നില്ല. പകരം അവളെ തിരിച്ചു വിളിച്ച് കൊണ്ടുപോയിട്ട് ബന്ധപ്പെട്ടാൽ മതി എന്നൊക്കെയാണ് പണ്ഡിതന്മാർ പറയുന്നത്. നോക്കൂ, ഷാഫി പറയുന്നു, വാക്കിലൂടെ അല്ലാതെ നിക്കാഹോ തലാഖോ ഇല്ലാത്തതിനാൽ മടക്കിയെടുക്കലും അപ്രകാരമല്ലാതെ സാധുവല്ല. അബൂ ഹനീഫയും ദൂരിയും പറയുന്നു, സംസർഗത്തിലൂടെ തിരിച്ചെടുക്കൽ സാധുവാകും. അപ്പോൾ നിക്കാഹും വേണ്ട, വാക്കും വേണ്ട, പിടിച്ചുകൊണ്ടേയിട്ട് ഒരു സംസർഗം നടത്തിയാൽ മതി, അത് തിരിച്ചെടുക്കലാവും എന്നാണ്.
ഇദ്ദ കഴിഞ്ഞ പെണ്ണിൻ്റെ കാര്യമാണ് കേട്ടോ ഈ പറയുന്നത്. നേരത്തെ പറഞ്ഞത് ഇദ്ദ കഴിയുന്നതിന് തൊട്ട് മുമ്പാണെങ്കിൽ തിരിച്ചെടുക്കാമെന്നാണ്. അതിലും ആർക്കും തർക്കമില്ല. ഇദ്ദ കഴിയുന്നതിന് മുമ്പാണെങ്കിൽ വിളിച്ചുകൊണ്ടുപോയാൽ മതി. പക്ഷേ ഇദ്ദ കഴിഞ്ഞിട്ടാണെങ്കിൽ വിളിച്ചുകൊണ്ടുപോകാൻ പറ്റുമോ, അതോ നിക്കാഹ് ചൊല്ലണോ, അതോ പിടിച്ചുകൊണ്ടായിട്ട് സംസർഗം നടത്തിയാൽ മതിയോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് തർക്കം. മാലിക് പറഞ്ഞു മടക്കിയെടുക്കലാണ് ഈ സംസർഗം കൊണ്ട് ഉദ്ദേശിച്ചതെങ്കിൽ പറ്റും, ഇല്ലെങ്കിലില്ല. അപ്പോൾ മാലിക് പറഞ്ഞത് സംസർഗം കൊണ്ട് പറ്റണമെങ്കിൽ മടക്കിയെടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ആ സംസർഗത്തിൻ്റെ നിയ്യത്ത് എന്തായിരിക്കണം? നിക്കാഹായിരിക്കണം, മടക്കിയെടുക്കലായിരിക്കണം. നിയ്യത്ത് അതാണെങ്കിൽ മാത്രമേ സംസർഗം കൊണ്ട് നല്ല നിലയിൽ തിരിച്ചെടുക്കലാവുള്ളൂ. അതല്ലാതെ തൽക്കാലം അവൻ്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചുകൊണ്ടുപോയിട്ട് സംസർഗം നടത്തിയാൽ അത് നല്ല നിലയിൽ തിരിച്ചെടുക്കലല്ല എന്നാണ് മാലിക് പറയുന്നത്. ഇബ്നു ഉമർ തൻ്റെ ഭാര്യയെ ഋതുമതിയായിരിക്കെ ത്വലാഖ് ചൊല്ലി. അതിനെക്കുറിച്ച് നബിയോട് ചോദിച്ചപ്പോൾ അവളെ മടക്കിയെടുക്കാനും ശുദ്ധിയാവുന്നതുവരെ കൂടെ താമസിപ്പിക്കാനും കൽപ്പിച്ചു. നബി കൽപ്പിച്ചത് അവളെ നിരുപാധികം തിരിച്ചെടുക്കാനാണ്. അവളെ കൂടെ താമസിപ്പിക്കുക എന്നത് നിരുപാധികം കൂടെ താമസിപ്പിക്കാനുള്ള കൽപ്പനയാണ്. അത് സംസർഗം കൊണ്ട് നടപ്പാവുന്നു എന്നാണ് അബൂ ഹനീഫ സിദ്ധാന്തിക്കുന്നത്. തിരിച്ചെടുക്കലിന് സാക്ഷികളെ നിർത്തുന്നത് നല്ലതാണ്, പക്ഷേ നിർബന്ധമില്ല. ഇതാണ് മാലിക്കിൻ്റെയും അബൂ ഹനീഫയുടെയും വീക്ഷണം. അപ്പം നിക്കാഹാണെങ്കിൽ സാക്ഷി വേണം, പക്ഷേ തിരിച്ചെടുക്കാൻ വിളിച്ചുകൊണ്ടായിട്ട് സംസർഗം നടത്തിയാൽ മതി. എന്നാൽ വാക്കുകൊണ്ട് തിരിച്ചെടുക്കണമെന്ന പക്ഷക്കാർക്ക് അതിന് സാക്ഷികൾ ഉണ്ടാവുക നിർബന്ധമാണ്. മുഹമ്മദ് ജരീർ തബ്രി ഈ അഭിപ്രായമാണ് തിരഞ്ഞെടുത്തത്. വാക്കുകൊണ്ട് തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നിക്കാഹ് ചൊല്ലിയിട്ട് തിരിച്ചെടുക്കുക, അങ്ങനെ ആകുമ്പോൾ അതിന് സാക്ഷി വേണം. അതല്ലാതെ സംസർഗത്തിന് വിളിച്ചുകൊണ്ടുപോവുകയാണെങ്കിൽ സാക്ഷി വേണമെന്നില്ല. സംസർഗത്തിന് കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ അത് തിരിച്ചെടുക്കൽ ഉദ്ദേശിച്ചുകൊണ്ടുള്ള സംസർഗമാണെങ്കിൽ തിരിച്ചെടുക്കലാവുള്ളൂ, അല്ലെങ്കിൽ അത് വ്യഭിചാരമാകും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അള്ളാഹു 2 പ്രാവശ്യം ആവർത്തിച്ച് ആയത്തിറക്കിയിട്ട് അള്ളാഹിൻ്റെ നിയമം പഠിപ്പിച്ചിട്ടും അറബി അറിയണവർക്ക് നിയമം മനസ്സിലായിട്ടില്ല. അറബി അറിയാത്ത പരിഭാഷ വായിച്ച നമുക്കല്ല കുഴപ്പം. അറബി അറിയുന്ന പണ്ഡിതന്മാർക്ക്, അറബി ഭാഷയിലുള്ള പണ്ഡിതന്മാർക്ക് അറബിയിൽ വായിച്ചിട്ട് കാര്യം മനസ്സിലായിട്ടില്ല. അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഇങ്ങനെയല്ല, അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകാവസാനം വരെ മുഫസ്സിറുകൾ തർക്കിക്കുന്നതാണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ കാണുന്നത്. അപ്പോൾ ആർക്കാണ് അറബി അറിയാത്തത്? അള്ളാഹ്ക്കാണ് അറബി അറിയാത്തത്. ദ്രോഹിക്കാനായി പിടിച്ചു വെക്കരുത്, എന്നാൽ അവരോട് അതിക്രമം ഉദ്ദേശിച്ച് പിടിച്ചു വെക്കരുത് എന്നർത്ഥം. അപ്പോൾ അള്ളാഹുവിനെ ധിക്കരിക്കലാവും. മനഃപൂർവ്വം ചെയ്യുന്ന ഇത്തരം ദ്രോഹങ്ങൾ ഏറ്റവും വലിയ ദൈവധിക്കാരങ്ങളിൽപ്പെട്ടതാണ് എന്നതിൽ സംശയമില്ല. അപ്രകാരം ചെയ്യുന്നതിലൂടെ സ്വയം ദൈവിക ശിക്ഷയ്ക്ക് പാത്രമാകുന്ന തന്നോട് തന്നെയാണ് അക്രമം ചെയ്യുന്നത്. ദീനിലെയും ദുനിയാവിലെയും നന്മകൾ നഷ്ടപ്പെടുത്തിയതിനാൽ ദുനിയാവിലെ നഷ്ടം അവൻ്റെ ഈ ചെയ്തി പ്രസിദ്ധമായാൽ പിന്നെ ആരും അവനെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുകയില്ല എന്നതാണ്. കുടുംബത്തോട് നല്ല നിലക്ക് പെരുമാറിയതിനും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ചതിനുള്ള പ്രതിഫലം നഷ്ടപ്പെടുന്നതാണ് ദീനിയായ നഷ്ടം. ഇപ്രകാരം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ കളിയാക്കുന്നതിന് തുല്യമാണ്. അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ്റെയും നിയമങ്ങൾ പാലിക്കുക ഏവരുടെയും കടമയാണല്ലോ. അള്ളാഹുവിനോടുള്ള കടമയിൽ വീഴ്ച വരുത്താൻ പാടില്ല. നബി പറഞ്ഞു, ആരെങ്കിലും വിവാഹമോചനം നടത്തുകയോ തൻ്റെ അടിമയെ മോചിപ്പിക്കുകയോ വിവാഹം കഴിച്ചു കൊടുക്കുകയോ ചെയ്തിട്ട് അത് കളിയാണെന്ന് പറഞ്ഞാലും അവൻ ചെയ്തത് സ്ഥിരപ്പെടും. അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ നിയമത്തെ നിങ്ങൾ ഇങ്ങനെ കളിയാക്കരുത്, തമാശയാക്കരുത്, ദുരുപയോഗം ചെയ്യരുത് എന്നൊക്കെ ഇവിടെ എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സബബുൻ നുസൂൽ എന്താണെന്ന് മനസ്സിലാവണം. ആ സബബുൻ നുസൂല് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു വ്യക്തി ചെയ്ത ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. ഇതാണ് ഈ ആയത്തും 229 ആയത്തും ഇറങ്ങുന്നതിനുള്ള സന്ദർഭമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇബ്നു കസീർ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഇതേ കാര്യം തന്നെ അസ്ബാബുൻ നുസൂലിലും വന്നിട്ടുണ്ട്. പക്ഷേ അത് 231 അസ്ബാബുൻ നുസൂലിൽ ഇത് കൊടുത്തിട്ടില്ല, 229 കൊടുത്തിട്ടുള്ളത്. നോക്കുക, ഇബ്നു അബ്ബാസ്, മുജാഹിദ്, മഷ്റൂഖ്, അൽ ഹസൻ, ഖത്താദ, അൽ ദഹാഖ്, അൽ റബീ and Muqatil bin Hayyan said that a man used to divorce his wife, and when her iddah came near its end, he would take her back to harm her and to stop her from marrying someone else. He then divorced her and she would begin her iddah, and when her iddah term neared its end, he would take her back again, so that the term of iddah would be prolonged for her. After that, Allah prohibited this practice. Allah has also threatened those who indulge in such practices when he said, ഒരാൾ അയാളുടെ ഭാര്യയെ തലാക്ക് ചൊല്ലും. തലാക്ക് ചൊല്ലിയിട്ട്
ഇദ്ദ ഇരിക്കുന്ന ഭാര്യയുടെ ഇദ്ദ കഴിയാറാവുന്ന ദിവസം തിരിച്ചെടുക്കും. തിരിച്ചെടുത്തിട്ട് അപ്പം തന്നെ വീണ്ടും തലാക്കുമല്ലോ. അപ്പോൾ ഭാര്യ വീണ്ടും 3 മാസം ഇദ്ദയിരിക്കണം. അങ്ങനെ ആ 3 മാസം കഴിയാറാകുമ്പോൾ വീണ്ടും തിരിച്ചെടുക്കും. അപ്പോൾ വീണ്ടും തലാക്കുമല്ലോ. അങ്ങനെ ഈ സ്ത്രീ 3 തുടർച്ചയായിട്ട് ഇദ്ദ ഇരിക്കേണ്ടി വരികയാണ്. ഇവിടെ അള്ളാൻ്റെ നിയമം പാലിക്കുകയാണ് ഇയാൾ ചെയ്യുന്നത്. അള്ളാൻ്റെ നിയമം പാലിച്ചുകൊണ്ട് ഭാര്യയെ കരുതിക്കൂട്ടി ഉപദ്രവിക്കുകയാണ്. അപ്പോൾ ഭാര്യമാരെ ഉപദ്രവിക്കാൻ അള്ളാഹുവിൻ്റെ നിയമം ദുരുപയോഗം ചെയ്യുന്നു ഒരാൾ എന്ന വിവരം അറിഞ്ഞപ്പോഴാണ് അള്ളാൻ്റെ നിയമത്തിൽ പറ്റിയിട്ടുള്ള അപാകതയ്ക്ക് പരിഹാരമായിട്ട് അയാളെ ചീത്ത പറഞ്ഞുകൊണ്ട് ഈ 2 ആയത്തുകൾ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇദ്ദ ഇരിക്കാൻ വേണ്ടിയിട്ട് തലാക്ക് ചെല്ലുക, എന്നിട്ട് ഇദ്ദ ഇരുത്തുക, ഇദ്ദ തീരാറാകുമ്പോൾ വീണ്ടും തിരിച്ചെടുക്കുക, എന്നിട്ട് തിരിച്ചെടുത്തിട്ട് അപ്പം തന്നെ വീണ്ടും തലാക്കുകയില്ല, വീണ്ടും ഈ സ്ത്രീയെ ഇദ്ദയിലേക്ക് പറഞ്ഞയക്കുക. അങ്ങനെ 3 പ്രാവശ്യം തലാക്ക് ചൊല്ലി ഇദ്ദയിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് സ്വന്തം ഭാര്യയെ കയറില്ലാതെ കെട്ടിയിടുകയും ഉപദ്രവിക്കുകയും ചെയ്യുക. അവർക്കാണെങ്കിൽ പുറത്ത് പോകാനും വയ്യ, പുറത്ത് പോയിട്ട് വേറെ കല്യാണം കഴിക്കാനും വയ്യ, ഈ അലാക്കിൻ്റെ കൂടെ ജീവിക്കാതിരിക്കാനും പറ്റില്ല, അയാളുടെ കൂടെ തന്നെ താമസിക്കുകയും വേണം. ഇതൊക്കെ അള്ളാൻ്റെ നിയമമാണ്. അങ്ങനെ അള്ളാൻ്റെ നിയമം കൃത്യമായി ദുരുപയോഗം ചെയ്തുകൊണ്ട് തൻ്റെ ഭാര്യയോട് കടുത്ത പ്രതികാരം ചെയ്യാൻ ഈ അള്ളാൻ്റെ നിയമം തന്നെ ഉപയോഗപ്പെടുത്തിയ ഒരു വിദ്വാനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടും അയാളെ ചീത്ത പറയാൻ വേണ്ടിയിട്ടും ഇറക്കിയതാണ് ഈ വാക്യം എന്നാണ് സബബുൻ നുസൂലായിട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ഈ വാക്യം ഒന്നുകൂടെ വായിച്ചു നോക്കാം, അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാവും. സ്ത്രീകൾക്ക് നിങ്ങൾ വിവാഹമോചനം നൽകി അവരുടെ നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ അവരെ നല്ല നിലക്ക് കൂടെ താമസിപ്പിക്കുകയോ നല്ല നിലക്ക് പിരിച്ചയക്കുകയോ ചെയ്യുക. ദ്രോഹിക്കാനും അതിക്രമം കാണിക്കാനുമായി അവരെ തടഞ്ഞു വെക്കരുത്. വല്ലവനും അത് ചെയ്താൽ തന്നോട് തന്നെയാണ് അക്രമം ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ നിയമങ്ങളെ നിങ്ങൾ പരിഹാസ്യമാക്കരുത്. ഇപ്പോൾ സബബ് വായിച്ചപ്പോൾ നമുക്ക് ഈ ആയത്തിൻ്റെ അർത്ഥം ഏകദേശം മനസ്സിലായല്ലോ. പക്ഷേ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇതിനകത്ത് വൈരുദ്ധ്യം വന്നത്. നേരത്തെ എന്താണ് പറഞ്ഞത്? ഇദ്ദ കഴിയാറാവുമ്പോൾ തിരിച്ചെടുക്കാം. ഇവിടെ പറഞ്ഞത് ഇദ്ദ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല നിലക്ക് തിരിച്ചെടുക്കാം എന്ന്. അപ്പോൾ ഈ ഇദ്ദ കഴിഞ്ഞിട്ട് നല്ല നിലക്ക് തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞത് ഇദ്ദ കഴിയുന്നതിന് മുമ്പേ തിരിച്ചെടുക്കാൻ പാടുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമായി മാറി. അപ്പോൾ ഇദ്ദ കഴിഞ്ഞിട്ട് നല്ല നിലക്ക് തിരിച്ചെടുക്കുക എന്നതിന് എന്താണ് അർത്ഥം എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് തർക്കമായി. ചിലർ പറഞ്ഞു അത് നിക്കാഹ് ചൊല്ലിയിട്ടെടുക്കാനാണ്, ചിലർ പറഞ്ഞു അതല്ല പിടിച്ചുകൊണ്ടേറ്റ് സംസർഗം നടത്താനാണ്, ചിലർ പറഞ്ഞു അതൊന്നും വേണ്ട, വാക്ക് വേണം, സാക്ഷി വേണം, സാക്ഷി വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തർക്കിക്കുകയാണ്. നേരത്തെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നിക്കാഹ് ചൊല്ലിയിട്ട് മാത്രമേ രണ്ടാമത് എടുക്കാൻ പറ്റുള്ളൂ. ഇദ്ദ കഴിഞ്ഞിട്ടാണെങ്കിൽ, ഇദ്ദയുടെ തൊട്ട് മുമ്പാണെങ്കിൽ നിക്കാഹ് ഇല്ലാതെ തിരിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഇയാളെ ഉപദേശിക്കാൻ വേണ്ടി ഒരു ആയത്തിറക്കിയപ്പോൾ അതിനകത്ത് അവ്യക്തതയും വൈരുദ്ധ്യവും വന്നുപെട്ടു. ആ അവ്യക്തതയ്ക്കും വൈരുദ്ധ്യത്തിനും പരിഹാരം കാണാൻ വേണ്ടിയിട്ട് മുഫസ്സിറുകൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് പുതിയ അർത്ഥം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇമാം റാസി പച്ചയായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇദ്ദ കഴിഞ്ഞാൽ എന്നതിന് പകരം, ഇദ്ദ പ്രാപിച്ചാൽ എന്നതിന് പകരം ഇദ്ദയോടടുത്താൽ എന്നൊക്കെ ആക്കി മാറ്റിയിട്ടാണ് ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. എന്നാൽ ചിലർ അങ്ങനെ അല്ല, ഇദ്ദ കഴിഞ്ഞാൽ എന്ന് തന്നെയാണ് ഇവിടെ അർത്ഥം എന്നും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പറഞ്ഞു വന്നത് ഇതാണ്: ഈ മാതിരി വിഷയങ്ങളൊക്കെ ഓരോ സബബനുസരിച്ച്, ഓരോ സന്ദർഭമനുസരിച്ച് അപ്പോൾ വായിൽ തോന്നിയത് അങ്ങോട്ട് വിളിച്ചു പറയുകയും പിന്നെ അത് തന്നെ ഒരു കെണിയായി എന്ന് മനസ്സിലാവുമ്പോൾ അത് മാറ്റിപ്പറയുകയും ചെയ്യുക. എന്നിട്ട് ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും തമ്മിൽ വൈരുദ്ധ്യം വരിക. ആ വൈരുദ്ധ്യങ്ങളിൽ കിടന്നിട്ട് വ്യാഖ്യാതാക്കളും പണ്ഡിതന്മാരും കിടന്ന് അവലും കഞ്ഞി കുടിക്കുക. ഇതാണ് ഖുർആനിലൂടെ നീളം നമ്മൾ കാണുന്നത്. ഇതിൻ്റെയൊക്കെ അർത്ഥം ഇത് പടച്ചോൻ എഴുതിയതാണ്, ഇത് പടച്ചോൻ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് തയ്യാറാക്കി വെച്ച കിതാബാണ് എന്നാണോ? അതോ ഒരു മനുഷ്യന് കാര്യമായ ഭാഷാസിദ്ധി പോലും ഇല്ലാത്ത നാടോടി കൊളോക്കിയൽ ഭാഷ മാത്രം അറിയാവുന്ന ഒരു മനുഷ്യൻ അയാളുടെ ചുറ്റുപാടുകൾക്കനുസരിച്ച് അപ്പപ്പോൾ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞതാണോ? ഇത് നിങ്ങളുടെ കോമൺ സെൻസിന് വിട്ടുതരിക എന്നതാണ് ഞാൻ ഈ ഖുർആൻ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിന് എനിക്ക് അറബി പാണ്ഡിത്യമൊന്നും ആവശ്യമില്ല. കാരണം അറബി അറിഞ്ഞവരുടെ കഥയാണ് ഇപ്പോൾ ഞാനീ വായിച്ചു തരുന്നത്. അറബി പഠിച്ച, അറബി ഭാഷയിൽ ജനിച്ച് വളർന്ന ഈ ഖുർആൻ കലക്കി കുടിച്ച ആളുകൾക്ക് ഈ ഖുർആനിലെ ഒരായത്തും മനസ്സിലാവുന്നില്ല എങ്കിൽ പിന്നെ അറബി അറിയാത്ത നമ്മൾ പരിഭാഷ വായിച്ചിട്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് നമ്മളെ കുറ്റപ്പെടുത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത്?
ഈ തലാഖിനെ സംബന്ധിച്ചും മുത്തലാഖിനെ സംബന്ധിച്ചുമൊക്കെ ഇനിയും ആയത്തുകൾ വരുന്നുണ്ട്. ആ സന്ദർഭങ്ങളിൽ നമുക്ക് തലാഖ് എന്ന പേരിൽ തന്നെ ഖുർആനിലൊരു അധ്യായമുണ്ട്. സൂറത്തു നിസായിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, മറ്റു പല അധ്യായങ്ങളിലും പറയുന്നുണ്ട്. അവിടെയൊക്കെ വെച്ച് നമുക്ക് തലാഖുമായി ബന്ധപ്പെട്ട നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും ഒക്കെ എഴുതി വെച്ചിട്ടുള്ള വഷളത്തരങ്ങൾ നമുക്ക് വിശദമായിട്ട് പിന്നീട് ചർച്ച ചെയ്യാം. ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല, കാരണം ഇത് ഇനിയും ആവർത്തിക്കേണ്ടി വരുമെന്നതുകൊണ്ട്. ഇനി ഇതിനെ തുടർന്ന് 232 ആയത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് നോക്കുക. പത്നിമാരുമായുള്ള വിവാഹബന്ധം വേർപെടുത്തി അവരുടെ ദീക്ഷാഘട്ടം കഴിഞ്ഞാൽ അവർ വേറെ വിവാഹം ചെയ്യുന്നത് നിങ്ങൾ തടയരുത്. അവർ ഉത്തമ വിശ്വാസത്തോടെ പരസ്പര ധാരണയിലെത്തിയിട്ടുണ്ടെങ്കിൽ ഒഴികെ. നിങ്ങളിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന ഉപദേശമാണിത്. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരവും പരിശുദ്ധവും. അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. സത്യത്തിൽ അള്ളാഹു ഒന്നും അറിയുന്നില്ല, അള്ളാഹുവിനൊന്നും അറിയില്ല. നമുക്ക് കുറച്ചൊക്കെ അറിയാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. എന്താണ് ഇവിടെ പറഞ്ഞത് എന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ സബബുന്നുസൂൽ അന്വേഷിച്ച് പോകണം. അവിടെയും അവ്യക്തമാണ് കാര്യങ്ങളെന്നതുകൊണ്ട് തർക്കം തുടരുന്നുണ്ട്. എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ പത്നിമാരുമായുള്ള വിവാഹബന്ധം വേർപെടുത്തി അവരുടെ ദീക്ഷാഘട്ടം കഴിഞ്ഞാൽ അവരെ വേറെ വിവാഹം ചെയ്യുന്നത് നിങ്ങൾ തടയരുത്. ആരാണ് ഈ നിങ്ങൾ? ആരോടാണിത് പറയുന്നത്? ആരോടാണിത് പറയുന്നത് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ തർക്കമാണ്. ഇത് വിവാഹമോചനം ചെയ്ത ഭർത്താവിനോടാണ് പറയുന്നത് എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. വേറൊരു കൂട്ടർ പറയുന്നത് വിവാഹമോചനം ചെയ്യപ്പെട്ട പെണ്ണിൻ്റെ ആങ്ങളയോടാണിത് പറയുന്നത് എന്നാണ്. വേറൊരു കൂട്ടർ പറയുന്നത് വിവാഹം ചെയ്യപ്പെട്ട പെണ്ണിൻ്റെ അവളെ വീണ്ടും കല്യാണം കഴിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള പുരുഷന്മാരോട് മൊത്തത്തിലാണിത് പറയുന്നത് എന്നാണ്. ആരോടാണിത് പറയുന്നത് എന്നറിയണമെങ്കിൽ ഇതിൻ്റെ സബബുൻ നുസൂൽ നോക്കണം, ഇതിൻ്റെ സന്ദർഭം നോക്കണം. അവർ ഉത്തമ വിശ്വാസത്തോടെ പരസ്പര ധാരണയിലായിട്ടുണ്ടെങ്കിലൊഴികെ. ആര് ധാരണയിലായിട്ടുണ്ടെങ്കിലൊഴികെ? ഈ ആങ്ങളെയും പെങ്ങളും തമ്മിലോ, അതല്ലെങ്കിൽ ഈ വലിയും ഈ പെണ്ണും തമ്മിലോ, അതോ ഈ പെണ്ണിനെ ഒഴിവാക്കി വിട്ട ആദ്യത്തെ ഭർത്താവും അവളും തമ്മിലോ? ആര് തമ്മിലാണ് ഇവിടെ ഉത്തമ വിശ്വാസത്തോടെ പരസ്പര ധാരണയിൽ എത്തിയിട്ടുണ്ടെങ്കിലൊഴികെ? എന്ത് പരസ്പര ധാരണയുമായിട്ടാണ് ഈ ആദ്യം പറഞ്ഞ കാര്യം ബന്ധപ്പെട്ട് കിടക്കുന്നത്? നിങ്ങൾ വിവാഹമോചനം ചെയ്യപ്പെട്ട ഒരു പെണ്ണ് വേറെ ഒരാളെയോ അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്യുന്നതിനെ നിങ്ങൾ തടയരുത്, അവർ ഉത്തമ വിശ്വാസത്തോടെ ധാരണയിലെത്തിയിട്ടുണ്ടെങ്കിലൊഴികെ. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാവാതെ മുഫസ്സിറുകൾ കടന്ന് ഉരുളുന്ന കാഴ്ചയാണ് ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ ഇനി നമ്മൾ കാണുന്നത്. ഞാൻ വായിക്കാം. ഇദ്ദ കഴിഞ്ഞ വിവാഹമോചിതയെ സംബന്ധിച്ചാണ് ഈ വിധി. അതെല്ലാവർക്കും മനസ്സിലായി. ജാബിർ ബിൻ അബ്ദുള്ളയുടെ പിതൃ സഹോദര പുത്രിയെ ഭർത്താവ് തലാഖ് ചൊല്ലി പിന്നീട് അവളെ ഇദ്ദയ്ക്ക് ശേഷം തിരിച്ചെടുക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ജാബിർ സമ്മതിച്ചില്ല. അപ്പോഴാണ് അള്ളാഹു ഈ സൂക്തമിറക്കിയത്. തൻ്റെ കാര്യത്തിലാണ് ഈ സൂക്തമിറങ്ങിയത് എന്ന് ജാബിർ പറയുമായിരുന്നു. അപ്പോൾ ജാബിറിൻ്റെ പെങ്ങളെ ജാബിറിൻ്റെ അളിയൻ കാര്യം തീർത്തൊഴിവാക്കി. എന്നിട്ട് ജാബിറിൻ്റെ അളിയൻ വീണ്ടും അവളെ തിരിച്ച് കല്യാണം കഴിക്കാൻ, രണ്ടാമത് വീണ്ടും കല്യാണം കഴിക്കാൻ ശ്രമിച്ചപ്പോൾ ജാബിർ അത് പറ്റൂല എന്ന് പറഞ്ഞിട്ട് അളിയനെ തടഞ്ഞു. അപ്പോഴാണ് അള്ളാഹു ഈ ആയത്തിറക്കിയത് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ ആയത്ത് ആരെയാണ് സംബോധന ചെയ്യുന്നത്? വിവാഹമോചനം ചെയ്യപ്പെട്ട പെണ്ണിൻ്റെ ആങ്ങളെ. കാരണം വിവാഹമോചനം ചെയ്യപ്പെട്ട പെണ്ണിനെ വീണ്ടും പഴയ ആൾ തന്നെ വിവാഹം കഴിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ പെണ്ണിൻ്റെ ആങ്ങള പോയിട്ട് തടഞ്ഞു. അവനിനി കെട്ടാൻ പറ്റൂല, അവനിനി കെട്ടിച്ചു കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് ഇവൻ കച്ചറ ഉണ്ടാക്കി. അപ്പോൾ അള്ളാഹു ചാടി ഇറങ്ങിയിട്ട് അത് പറ്റൂല, ഓൽക്ക് ഇഷ്ടമാണെങ്കിൽ ഓര് തമ്മിൽ കല്യാണം കഴിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് ഇറക്കിയിട്ടുള്ളത്. പക്ഷേ അതൊന്നും ഈ ആയത്തിൽ വ്യക്തമല്ല. ആയത്തിൽ പൊതുവായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആ പൊതുവായി പറഞ്ഞതുകൊണ്ട് ഇത് പൊതുവായിട്ടുള്ള നിർദ്ദേശമാണ് എന്ന വ്യാഖ്യാനവും, അതല്ല ഇത് ഇങ്ങനത്തെ സന്ദർഭത്തിന് മാത്രമേ ബാധകമാവൂ എന്ന വ്യാഖ്യാനവും ഒക്കെ തുടർന്ന് വരുന്നുണ്ട്. അൽഖമയിലേക്ക് ചേർത്ത് സമാനമായ മറ്റൊരു സംഭവവും പറയുന്നുണ്ട്. അളുലി എന്നാൽ തടയൽ. ഒരാൾ തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാതെ തടഞ്ഞു വെച്ചാൽ അളുല ഫുലാൻ ബിന്ദുഹു എന്ന് പറയാം. ഭാഷയിൽ അതിന് ഇടുക്കുക, ഇടങ്ങേറാക്കുക എന്നൊക്കെയാണ് അർത്ഥം. അവർ വേറെ വിവാഹം ചെയ്യുന്നത് നിങ്ങൾ തടയരുത് എന്ന് ആരോടാണ് പറയുന്നത്? രക്ഷാധികാരികളോടാണെന്ന ഭൂരിപക്ഷം, ഭർത്താക്കന്മാരോടാണെന്ന് പറഞ്ഞവരുമുണ്ട്. ഇതാണ് പ്രസിദ്ധം. സൂക്തഘടനയ്ക്ക് യോജിക്കുന്നതും അതാണ്. മറിച്ചാകുമ്പോൾ ഇങ്ങനെ വ്യാഖ്യാനിക്കേണ്ടി വരും.
ഹേ ഭർത്താക്കന്മാരെ, നിങ്ങളവരെ തലാക്ക് ചൊല്ലിയാൽ അവരെ പുനർവിവാഹത്തിന് അനുവദിക്കാതെ ദ്രോഹിക്കരുത്. ഹേ രക്ഷാധികാരികളെ, അവർ വിവാഹമോചിതകളായാൽ അവരെ പുനർവിവാഹത്തിൽ നിന്ന് നിങ്ങൾ തടയരുത്. അങ്ങനെ വരുമ്പോൾ ഇത് ഭർത്താക്കന്മാരോടാണ് എന്ന് കരുതുന്നതാണ് കൂടുതൽ ശരി. എന്നാൽ ഉദ്ധരിക്കപ്പെട്ട അവതരണ പശ്ചാത്തലം രണ്ടാമത്തെ വീക്ഷണത്തിനാണ് പിൻബലം നൽകുന്നത്. നോക്കൂ, നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ വ്യക്തതയില്ലായ്മ കാരണം പണ്ഡിതന്മാർക്ക് ഇങ്ങനെ ഉരുളേണ്ടി വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ. ഭർത്താക്കന്മാരുടെ അവകാശവും അധികാരവും യുദ്ധ തീരുന്നതിനാൽ ഈ വാദം നിരർത്ഥകമാകുന്നു. അല്ലേ, ഭർത്താവ് ഭാര്യയെ മൊഴി ചൊല്ലിക്കഴിഞ്ഞ് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഈ ഭാര്യയുടെ പേരിൽ എന്ത് അധികാരം? പിന്നെ അവൾ വേറെ ആരെയും കെട്ടുന്നത് തടയാനോ പറയാനോ അയാൾക്ക് എന്തവകാശം? അപ്പോൾ ഇത് ഭർത്താവിനെ ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നതെങ്കിൽ ഇതിന് യുക്തിയില്ല എന്നാണ് ഇവിടെ വാദം. എന്ന വാദത്തിന് മറുവാദം, മൊഴി ചൊല്ലിയതിൽ യുദ്ധക്ക് ശേഷം ഖേദം കഠിനമാകാമെന്നും അത് അവളെ തിരിച്ചു കിട്ടണമെന്ന ആഗ്രഹം വർദ്ധിപ്പിക്കാമെന്നും അതിനുവേണ്ടി അവളെ മറ്റാരെങ്കിലും വിവാഹം ചെയ്യുന്നത് തടയുന്നതിനുള്ള ശ്രമം അവർ ഭീഷണിയിലൂടെയോ അവളെക്കുറിച്ച് മോശമായത് പറഞ്ഞു വെറുപ്പുളവാക്കിയോ ദുഷിച്ച് പറയുന്നതിലൂടെയോ നടത്താനിടയുണ്ട് എന്നുമാണ്. അപ്പോൾ ഭർത്താവ് തൻ്റെ ഭാര്യയെ ഒഴിവാക്കി എന്നിട്ട് ആ ഭാര്യയെ വേറൊരാൾ കെട്ടുന്നത് ഇയാൾക്ക് ഇഷ്ടമല്ല. അത് ഒന്നുകിൽ ഇയാൾക്ക് ഇവളെ തന്നെ പിന്നെ എപ്പോഴെങ്കിലും തിരിച്ച് കിട്ടണം എന്നുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ അവളോടുള്ള കുശുമ്പ് കൊണ്ടോ അവൻ അവളുടെ പുനർവിവാഹങ്ങളെ തടയാൻ വേണ്ടിയിട്ട് അവളെക്കുറിച്ച് നുണ പറഞ്ഞ് പ്രചരിപ്പിക്കുക ഒക്കെ പതിവുണ്ട്. അങ്ങനെ നുണ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലും അവളുടെ രണ്ടാം കല്യാണം മുടക്കാൻ ശ്രമിക്കുന്ന ആദ്യ ഭർത്താവിനെയാണ് ഇവിടെ സംബോധന ചെയ്യുന്നത് എന്നാണ് ഒരു കൂട്ടർ വാദിക്കുന്നത്. അള്ളാഹു ഇത്തരം നീചവൃത്തികളിൽ നിന്ന് അവരെ തടയുന്നു. ഇതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധവും പാപസുരക്ഷിതവുമായ രീതി എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സന്ദർഭം അനുസരിച്ച് ആങ്ങളെ ഈ പുനർവിവാഹം, ഒരാൾ കാര്യം തീർത്ത അളിയൻ വീണ്ടും വിവാഹം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്ന് ആങ്ങളെ തടയാൻ ശ്രമിച്ചതാണ് സന്ദർഭമെങ്കിൽ അവിടെ പുനർവിവാഹം തടയാൻ ആങ്ങളമാരോ അല്ലെങ്കിൽ ബാപ്പമാരോ ശ്രമിക്കരുത് എന്നാണ് ഇവിടെ അർത്ഥം വരിക. എന്നാൽ വേറെ ഒരു സന്ദർഭം കൂടെ ഇതിന് പറയുന്നുണ്ട്. ആ സന്ദർഭം അനുസരിച്ച് മൊഴി ചൊല്ലിയ ഭർത്താവ് അവളെ വേറെ ആൾ പുനർവിവാഹം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് കുത്തിത്തിരിപ്പ് കാണിച്ചു, അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് വേറൊരു സന്ദർഭം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നേരത്തെ ഒഴിവാക്കിയ ഭർത്താവിനെ സംബോധന ചെയ്യുന്നു എന്നാണ് അർത്ഥം. അതല്ലെങ്കിൽ ആങ്ങളയെ അല്ലെങ്കിൽ വലിയനെ സംബോധന ചെയ്യുന്നു എന്നാണ് മറ്റടുത്ത. അപ്പോൾ ഒരായത്തിന് തന്നെ രണ്ട് സന്ദർഭം പറഞ്ഞാൽ ആ ആയത്തിൻ്റെ അർത്ഥം രണ്ടായിട്ട് മാറുമെന്നർത്ഥം. ഇവിടെ അവരുടെ ആദ്യ ഭർത്താക്കന്മാർ അവരെ വിവാഹം ചെയ്യുന്നതിനെ നിങ്ങൾ തടയരുത് എന്ന് വ്യാഖ്യാനിച്ചവരുമുണ്ട്. ഈ അർത്ഥം കിട്ടണമെങ്കിൽ അഭിസംബോധന രക്ഷാധികാരികളോടാകേണ്ടതുണ്ട്. കാരണം അവരാണല്ലോ അവരെ ആദ്യ ഭർത്താക്കന്മാരിലേക്ക് മടങ്ങുന്നത് തടയാൻ സാധ്യത. എന്നാൽ ഈ വാദം ശരിയല്ല. ഭാവി വരനെയാവാം ഇവിടെ ഭർത്താവെന്ന് പറഞ്ഞത്. അപ്പോൾ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭാവി വരനെയാവാം. ഇമാം ഷാഫി ഇത് രക്ഷാധികാരി ഇല്ലാതെ നിക്കാഹ് ശരിയാവില്ല എന്നതിന് തെളിവ് ആക്കുന്നുണ്ട്. അങ്ങനെ ആവണമെങ്കിൽ സൂക്തത്തിൻ്റെ അഭിസംബോധന രക്ഷാധികാരികളിലേക്ക് തിരിയേണ്ടതുണ്ട്. അപ്പോൾ ഇതിനെ വ്യാഖ്യാനിച്ച് വേറെ പലതിലേക്കും പോകുന്നതാണ് ഇനി നമ്മൾ കാണുന്നത്. വലിയില്ലാതെയും നിക്കാഹ് സാധുവാകും എന്നതിന് അബൂ ഹനീഫ ഈ സൂക്തം തെളിവാകുന്നു. അവളെ തടയുന്നതിൽ നിന്ന് രക്ഷാധികാരിയെ വിലക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആങ്ങളെയാണ് തടഞ്ഞതെങ്കിൽ ആങ്ങളയോട് തടയരുത് എന്ന് അള്ളാഹു പറയുമ്പോൾ ആ ആങ്ങളെയല്ലല്ലോ പിന്നെ അവിടെ കല്യാണം കഴിക്കുന്നത്. പെണ്ണ് സ്വന്തം ഇഷ്ടത്തിന് അവൻ്റെ കൂടെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെണ്ണിന് സ്വന്തമായിട്ട് ഇഷ്ടമനുസരിച്ച് കല്യാണം കഴിക്കാൻ അവകാശമുണ്ട് എന്നും വലിയൻ്റെ ആവശ്യമില്ല എന്നും ആങ്ങളെയും ബാപ്പയൊന്നും ഇടപെടേണ്ട കാര്യമില്ല എന്നും ഈ ആയത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചവരുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്. അള്ളാഹു നിക്കാഹ് അവളിലേക്കാണ് ചേർത്തി പറഞ്ഞത്. കർമ്മത്തെ അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്ന കർത്താവിലേക്കാണല്ലോ ചേർക്കുക. ആ ബന്ധം ശരിയാവുമായിരുന്നെങ്കിൽ രക്ഷാധികാരിയെ അതിൽ നിന്ന് തടയുമായിരുന്നില്ല എന്നാണ് എതിർന്യായം. അവളെ മറ്റൊരു ഭർത്താവ് വിവാഹം കഴിക്കുന്നത് വരെ എന്നതിൽ ഈ പ്രമാണം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാണെന്നും അവർ പറയുന്നു. എന്നാൽ ഈ വാദം രക്ഷാധികാരി ഇല്ലാതെ വിവാഹമില്ല എന്ന ഹദീസിന് വിരുദ്ധമാണ്. അവരുടെ അവധി എത്തിയാൽ എന്നാൽ ഇദ്ദ പൂർത്തിയായാൽ എന്നാണ് രണ്ട് നിലക്കും അർത്ഥം വരുന്നത്. ഇദ്ദ പൂർത്തിയായാൽ ഭർത്താവിന് അവളിൽ അധികാരം അവശേഷിക്കുന്നില്ല എങ്കിൽ അവളെ വിട്ടയക്കുക എന്ന പ്രശ്നം ഉദിക്കുന്നുമില്ല. കാരണം അവൾ അയാളുടെ ബന്ധത്തിൽ നിന്ന് വിട്ടുപോയല്ലോ. ഇദ്ദ കഴിഞ്ഞാൽ അവളെ പിടിച്ചു വെക്കുക അനുവദനീയമല്ല.
അവർ ഉത്തമ വിശ്വാസത്തോടെ പരസ്പര ധാരണയിലെത്തിയിട്ടുണ്ടെങ്കിൽ ഒഴികെ എന്നതിൻ്റെ അർത്ഥം ബന്ധം നന്നാകുന്നതുവരെ കുറേ കാലത്തേക്ക് മറ്റു വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടാതെ കഴിയാൻ അവർ പരസ്പരം തൃപ്തിപ്പെട്ട് തീരുമാനിച്ചാൽ ഒഴികെ എന്നാണ്. ഇത് 231 സൂക്തത്തിൽ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടാണ്. അപ്പോൾ ഭാര്യയും ഭർത്താവും പിരിയുന്നതിന് മുമ്പ് കുറച്ചു കാലത്തേക്ക് പുനർവിവാഹം കഴിക്കില്ല എന്നൊരു ഒത്തുതീർപ്പ് ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ് പിരിഞ്ഞിട്ടുള്ളതെങ്കിൽ എന്നാണ് പോലും ഈ ഖുർആൻ വാക്യത്തിൽ അപ്പറഞ്ഞ വാക്യത്തിൻ്റെ അർത്ഥം. ഇതൊക്കെ ആരാ പറയുന്നത്? വ്യാഖ്യാതാക്കൾ പറഞ്ഞുണ്ടാക്കുകയാണ്. അള്ളാഹ് അതൊന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹ്ക്ക് കാര്യം മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ പറയാനുള്ള യാതൊരു ഭാഷാപരമായ കഴിവുമില്ല എന്ന് ഈ ഖുർആനിലെ 6000-ൽ പരം വാക്യങ്ങളും തെളിയിക്കുന്നു. അള്ളാഹ്ക്ക് അറബി അറിയില്ല എന്ന് തന്നെയാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അള്ളാഹ്ക്ക് അറബി എന്നല്ല, അള്ളാഹ്ക്ക് ഒരു യൂണിവേഴ്സൽ ഭാഷാ ഗ്രാമർ പോലും അള്ളാഹ്ക്ക് അറിയില്ല. അതറിയുമായിരുന്നെങ്കിൽ ഭാവി ഭൂതം വർത്തമാനമൊക്കെ കൃത്യമായിട്ട് ദ്യോതിപ്പിക്കുന്ന തരത്തിൽ ഏത് ഭാഷയും പ്രയോഗിക്കാൻ കഴിയേണ്ടതാണ്. പക്ഷേ ഇവിടെ അള്ളാഹ്ക്ക് ഗ്രാമർ അറിയില്ല, ഭാഷ അറിയില്ല, ഒരു വാക്യം അർത്ഥശങ്കയിടല്ലാതെ മനസ്സിലാക്കാവുന്ന രീതിയിൽ പറഞ്ഞു തരാനും അറിയില്ല. നിയമം അംഗീകരിച്ച പുതിയ വിവാഹബന്ധത്തിലൂടെയും പുതിയ മഹറിലൂടെയും നീതിമാന്മാരായ പുതിയ സാക്ഷികളിലൂടെയും എന്ന് വ്യാഖ്യാനമുണ്ട്. തത്തുല്യമായ മഹർ എന്നാണ് മറ്റു ചിലർ പരസ്പര ധാരണയ്ക്ക് അർത്ഥം പറഞ്ഞത്. മഹർ കുറഞ്ഞാലും വിവാഹം സാധുവാകുമെന്ന് അബൂ ഹനീഫ. അതിൻ്റെ പേരിൽ വിവാഹം മുടക്കാൻ രക്ഷാധികാരിക്ക് അധികാരമില്ലെന്ന് അബൂ യൂസുഫ്. ഈ സൂക്തമാണ് അബൂ ഹനീഫയ്ക്ക് തെളിവ്. മഹർ കുറഞ്ഞതിൻ്റെ പേരിൽ വിവാഹബന്ധത്തിന് എതിര് നിൽക്കരുതെന്ന് രക്ഷാധികാരികളോട് അള്ളാഹു തുടർന്ന് വിലക്കുകയും ചെയ്യുന്നു. ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് സൂക്തം ഒരു താക്കീതുമാകുന്നു. അള്ളാഹു ഈ സതുപദേശം എന്തിനാണ് സത്യവിശ്വാസികൾക്ക് പ്രത്യേകമാക്കിയത്? ഉപദേശം എല്ലാവരോടുമാണ്, പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തുക സത്യവിശ്വാസികൾ മാത്രമാണല്ലോ. അതിനാൽ അവരെ പ്രത്യേകം എടുത്തു പറഞ്ഞതാവാം. മതത്തിൻ്റെ ശാഖാപരമായ കാര്യങ്ങൾ മതനിഷേധികൾക്ക് ബാധകമല്ല എന്ന വാദത്തിന് ചിലർ ഈ സൂക്തം തെളിവാക്കുന്നു. നിയമം എല്ലാവർക്കും ബാധകമാണ് എന്നതാണ് പൊതുതത്വം. വിശ്വാസിയാവട്ടെ അവിശ്വാസിയാകട്ടെ എല്ലാ മനുഷ്യർക്കും ഹജ്ജ് നിർബന്ധമാണല്ലോ. ആരാധനകൾ മുറപ്രകാരം നിർവഹിക്കാനും നിയമങ്ങൾ പാലിക്കാനുമുള്ള കടമ എല്ലാവർക്കുമുണ്ട്. ഇവിടെ സത്യവിശ്വാസികളെ പ്രത്യേകമായി അക്കാര്യം ഉപദേശിക്കുന്നുവെന്ന് മാത്രം. ഇതാണ് വ്യാഖ്യാതാക്കളുടെ ഉരുളെന്ന് പറയുന്നത്. ഇനി 232 സബബുൻ നുസൂൽ നമ്മുടെ വാഹിദിയുടെ അസ്ബാബുൻ നുസൂലിൽ കൊടുത്തിട്ടുള്ളതാണ് ഇത്. മഅഖിൽ ഇബ്നു യാസർ മാരീഡ് ഹിസ് സിസ്റ്റർ ടു എ മുസ്ലിം മാൻ. He remained married to her for a certain period and then divorced her one single divorce. He left her until the waiting period elapsed, and she became free to marry whoever she chose to, and came along with other suitors asking for her hand. She agreed to go back to him. He therefore went to Mu'akkil ibn Yasar asking for her hand. Mu'akkil was angry. He told him, I honored you by giving her to you in marriage, but you divorced her. By Allah, she will never go back to you. Al-Hasan said, Allah knew the man's need for his wife and the wife's need for her husband, and he revealed regarding this in the Quran. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം. ഒരു ചങ്ങാതിയുടെ പെങ്ങള് ഒരാൾ കല്യാണം കഴിച്ചു, അവൻ ഡൈവേഴ്സ് ചെയ്ത് ഇദ്ദ കഴിഞ്ഞ സമയത്ത് അവൻ വീണ്ടും അവളെ തിരിച്ച് എടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഈ ആങ്ങളെ പോയിട്ട് അവനെ ചീത്ത പറയുന്നതാണ് രംഗം. അപ്പോൾ ഈ ആങ്ങളയോട് അങ്ങനെ തടയാൻ പാടില്ല, അവർ വീണ്ടും കല്യാണം കഴിക്കാൻ അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ കല്യാണം കഴിച്ചോട്ടെ എന്ന ആണ് അള്ളാഹു ഈ ആയത്തിലൂടെ പറഞ്ഞത് എന്ന്. ഇനിതാ, ദിസ് വേഴ്സ് വാസ് റിവീൽഡ് അബൌട്ട് ജാബിർ ബിൻ അബ്ദുല്ല അൻസാരി. He had a cousin whose husband divorced her one single divorce. When her waiting period elapsed, he came back wanting to take her back, but Jabir refused, saying, You have divorced our cousin, and how you want to marry her a second time? This will not happen. The woman, however, wanted to go back to her husband because she accepted him, and so this verse was revealed about them. സെയിം കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് മുഹമ്മദ് ഖുർആൻ്റെ വെളിപാടുകൾ ഇറക്കിയിരുന്നത് എന്നതിന് ഇത്തരം സന്ദർഭങ്ങളും ആ സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങളിലുള്ള വൈരുദ്ധ്യങ്ങളും വ്യത്യാസങ്ങളും അതിലുള്ള ആശയ അവ്യക്തതകളുമൊക്കെ തന്നെയാണ് വെളിപാടിൻ്റെ ഉറവിടം മുഹമ്മദിൻ്റെ തലച്ചോറ് മാത്രമായിരുന്നു എന്നതിൻ്റെ തെളിവ്.
ഒരു തലക്ക് വെളിവുള്ള പടച്ചോൻ ആകാശത്ത് തയ്യാറാക്കി വെച്ച മുൻകൂട്ടി തയ്യാറാക്കി വെച്ച ഒരു കിതാബിൽ നിന്ന് ഇറക്കിയതാണ് എങ്കിൽ ഈ മാതിരി ഏടാകൂടങ്ങളൊന്നും ഇതിനകത്തുണ്ടാവില്ല. അവിടെ എല്ലാ കാലത്തേക്കും മനുഷ്യർക്ക് സ്വീകാര്യമായേക്കാവുന്ന, അല്ലെങ്കിൽ എല്ലാ കാലത്തും മനുഷ്യർക്ക് അനുയോജ്യമായിട്ടുള്ള, സംസ്കാര സമ്പന്നരും നീതിയുക്തമായി ചിന്തിക്കുന്നവരുമായ എല്ലാ മനുഷ്യർക്കും സ്വീകാര്യമായിട്ടുള്ള വ്യക്തമായ നിയമങ്ങൾ യാതൊരു അവ്യക്തതയുമില്ലാതെ, യാതൊരു ആശയപരമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളുമില്ലാതെ, അർത്ഥശങ്കയ്ക്ക് ഇടവരുത്താതെ, ഗ്രാമർ തെറ്റാതെ ലളിതമായിട്ട് ക്രമമായിട്ടും ചിട്ടയോടുകൂടെയും ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇത് തലക്ക് വെളിവുള്ള ഒരു പടച്ചോൻ നേരത്തെ തയ്യാറാക്കിയ പുസ്തകമാണെങ്കിൽ. നേരെ മറിച്ച് മുഹമ്മദ് തൻ്റെ ജീവിത കാലഘട്ടത്തിൽ മുഹമ്മദിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ആളുകളുടെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളെ അടിസ്ഥാനമാക്കി അപ്പപ്പോൾ അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ വേണ്ടി മുഹമ്മദ് പറഞ്ഞതും പോരാ എന്ന് തോന്നിയപ്പോൾ അപ്പം തന്നെ അത് മാറ്റിപ്പറഞ്ഞതും ആവർത്തിച്ച് പറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളും, ആദ്യം പറഞ്ഞത് വെട്ടിത്തിരുത്തിക്കൊണ്ട് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളും, യാതൊരു വെളിവും വെള്ളിയാഴ്ചയില്ലാതെ അവ്യക്തമായിട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതും ഒക്കെയാണ് ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പുസ്തകത്തിൻ്റെ കർത്താവ് സർവജ്ഞാനിയായ ഒരു ദൈവമല്ല, അല്പജ്ഞാനിയും വിവരദോഷിയുമായ ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന് തന്നെയാണ്. ഇത് തന്നെയാണ് ഖുർആൻ ക്ലാസ്സിലൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അത് പറയാൻ അറബി ഭാഷ അറിയണമെന്നില്ല, പരിഭാഷകൾ തന്നെ ധാരാളം മതി, വ്യാഖ്യാനങ്ങൾ തന്നെ ധാരാളം മതി. ഈ വ്യാഖ്യാതാക്കൾ അറബി ഭാഷയിൽ ഖുർആൻ പഠിച്ച്, അറബി ഭാഷയിൽ ഖുർആൻ മനസ്സിലാക്കി, അറബി ഭാഷയിൽ വ്യാഖ്യാനം എഴുതിയ വ്യാഖ്യാതാക്കൾ ഉരുണ്ടുമറിയുന്നത് കണ്ടാൽ തന്നെ നമുക്ക് ഖുർആൻ്റെ കോലം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതൊന്നും അറിയാതെ, ഈ ഖുർആൻ ഒരു പ്രാവശ്യം വായിച്ചു നോക്കുക പോലും ചെയ്യാതെ മദ്രസയിൽ പഠിച്ച കാര്യങ്ങൾ മാത്രം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിച്ചു പോകുന്നവരാണ് ഇവിടുത്തെ 99% സാധാരണ വിശ്വാസികളും. ആ വിശ്വാസികളായിട്ടുള്ള ആളുകളോട് നമ്മൾ പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്നത് കൊള്ളാം, പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്ന ചരക്ക് എന്താണ് എന്ന് ഒന്ന് വായിച്ച് നോക്കി പരിശോധിക്കുക. അങ്ങനെ പരിശോധിച്ചാൽ നിങ്ങൾക്കും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമാണ് എന്ന് ബോധ്യപ്പെടും. അടുത്ത വാക്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.